Good morning. In this video, let us discuss about the incorporation of branch trial balance. So we have already been discussed about branch account, dependent branches, two types of system, debtor system and stock and debtor system. And also we have discussed about independent branches journal entries. Next is incorporation of branch trial balance. So what is incorporation of branch trial balance? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അവരവരുടേതായ രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അവരുടേതായ ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം അവർ ഇയർ എൻഡിൽ ഇറ്റ് വിൽ സെൻഡ് ഇറ്റ്സ് കോപ്പി ഓഫ് ഇറ്റ്സ് ട്രയൽ ബാലൻസ് ടു ദ ഹെഡ് ഓഫീസ്. അപ്പം ഹെഡ് ഓഫീസ് ആ ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് അവരുടെ ബുക്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിൻ്റെ ഒരു സബ്ബാണ്. സോ ഹെഡ് ഓഫീസിൽ കമ്പൈൻഡ് ആയിട്ട് ബിസിനസ്സിൻ്റെ മൊത്തം ആസ് എ ബിസിനസ് ആസ് എ ഹോൾ, ഇൻ ഓർഡർ ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് ആസ് എ ഹോൾ, ബ്രാഞ്ചും കൂടി കൂടിയതാണ് ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടുകളും കൂടി കൂടി വരുമ്പോൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻ വരുന്നത് അതറിയാൻ വേണ്ടിയിട്ട് ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പം അതിനെയാണ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ്. ഹെഡ് ഓഫീസും various branches are under one organization. Therefore, the head office should prepare a columnar trading and P&L account and combine the balance sheet of head office and its branches. So, this process is known as incorporation of branch trial balance. ഇനി എങ്ങനെയാണ് ഈ ഇൻകോർപ്പറേഷൻ നടത്തേണ്ടത്? ഇൻകോർപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡുകളുണ്ട് മെയിനായിട്ട്. ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റും ഉണ്ട്, ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ഉണ്ട്. അത് രണ്ടും ചെയ്യേണ്ടതുണ്ട്. ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് ഹെഡ് ഓഫീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, അതേപോലെ ബ്രാഞ്ചിൻ്റെ അസറ്റിനെയും ലയബിലിറ്റീനെയും ഹെഡ് ഓഫീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഇസ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ്. ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റുകളെ ഹെഡ് ഓഫീസിലേക്ക് ആക്കണം. അപ്പോൾ അതിന് രണ്ട് മെത്തേഡുകളുണ്ട് ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റിനെ ഹെഡ് ഓഫീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൺ ഈസ് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ജേർണൽ എൻട്രീസ് പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡാണ്. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ a trading and profit and loss account of the branch is prepared by head office according to the double entry principle. അപ്പം ഡീറ്റെയിൽ ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ ഹെഡ് ഓഫീസ് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അതിലെ ജേർണൽ എൻട്രീസ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റ ടു ബ്രാഞ്ച് അക്കൗണ്ട് incorporating the items usually appearing on debit side of trading account. ബ്രാഞ്ചിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഉള്ള കാര്യങ്ങൾ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ എൻട്രി പാസ് ചെയ്തിട്ടാണ് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇതേപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ എൻട്രി വരുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് മാറ്റി ഇനിയുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് മാറ്റുക എന്നുള്ളതാണ്. സോ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ജേർണൽ എൻട്രി ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ത്രീ എൻട്രീസ്. അതിനുശേഷം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു, ബ്രാഞ്ചിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു, ബ്രാഞ്ചിൻ്റെ P&L അക്കൗണ്ട് എടുക്കുക. അപ്പോൾ ബ്രാഞ്ചിൻ്റെ P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള എൻട്രി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ ടു ബ്രാഞ്ച് അക്കൗണ്ട്. സിമിലർലി ക്രെഡിറ്റ് സൈഡ് P&Lൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. അതേപോലെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടല്ലോ P&L, അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ ആണെങ്കിൽ നമ്മൾ ഇൻകോർപ്പറേഷൻ്റെ ജേർണൽ എൻട്രീസ് ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രീസ്, പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി, P&L ഡെബിറ്റും ക്രെഡിറ്റും ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി, നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി. ഇനി അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ
ഇത്രയും എൻട്രീസിൻ്റെ ആവശ്യമില്ല. അതിനു പകരം ഹെഡ് ഓഫീസ് ഒരു മെമ്മോറാണ്ടം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് ബ്രാഞ്ച് പ്രോഫിറ്റ് ഓർ ലോസ് അവർ കണ്ടെത്തും. എന്നിട്ട് ആ എൻട്രി മാത്രം അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് ഓർ ലോസിനെ മാത്രം ട്രാൻസ്ഫർ ചെയ്യും. അതായത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റാർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഈ ട്രേഡിംഗ് ആൻഡ് P&L ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന ഈ ട്രേഡിംഗ് അക്കൗണ്ടിലെ പ്രോഫിറ്റിനെ മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ എൻട്രി വരിക ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റാർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി അത് ലോസ് ആണെന്നുണ്ടെങ്കിൽ നേരെ ആ എൻട്രി റിവേഴ്സ് ചെയ്യുക. അതായത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റാർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് വരും. ഇത്രയാണ് നമ്മുടെ ബ്രാഞ്ച് പ്രോഫിറ്റ്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള ഐറ്റംസ് അത്രയും ട്രാൻസ്ഫർ ചെയ്യാനുള്ള 2 മെത്തേഡ്സ്. ഒന്ന് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ്, അതിലാവുമ്പോൾ ഈ 6 എൻട്രീസ് വരും. അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് ആണെങ്കിൽ ഒരു മെമ്മോറാണ്ടം ട്രേഡിംഗ് ആൻഡ് P&L ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഒറ്റ എൻട്രി മാത്രമേ അവിടെ വരുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് പ്രോഫിറ്റ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ബ്രാഞ്ചിൻ്റെ അസറ്റുകളും ലയബിലിറ്റിയും കൂടി നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ബ്രാഞ്ച് അസറ്റ്, ബ്രാഞ്ചിൻ്റെ അസറ്റുകളാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടെങ്കിൽ എൻട്രി ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെറ്റാർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ആൻഡ് ഫോർ ലയബിലിറ്റീസ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റാർ ടു ബ്രാഞ്ച് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും എൻട്രീസാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അപ്പം ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അതായത് ഈ 6 എൻട്രി, പ്രോഫിറ്റിൻ്റെ ഈ 6 എൻട്രിയും പിന്നെ അസറ്റിൻ്റെ ലയബിലിറ്റി ഈ എൻട്രിയും ഇത്രയും എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്രാഞ്ച് അക്കൗണ്ട് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത്രയും എൻട്രി ചെയ്തതിന് ശേഷം ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ഈ ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, so this is the incorporation of branch trial balance. For incorporating branch trial balance, അതായത് ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ് ഹെഡ് ഓഫീസിൻ്റെ ബുക്സുമായിട്ട് നമ്മൾ ക്ലബ് ചെയ്യണം. അതുകൊണ്ട് ഇയർ എൻഡിൽ ബ്രാഞ്ചിൻ്റെ P&L ട്രേഡിംഗ് അങ്ങനെ എല്ലാ ഐറ്റംസും ഹെഡ് ഓഫീസിന് സബ്മിറ്റ് ചെയ്യും. ഹെഡ് ഓഫീസ് എന്നിട്ട് അത് ക്ലബ് ചെയ്തിട്ട് ഈ മെത്തേഡ് വഴി ജേണൽ എൻട്രീസ് പാസ് ചെയ്ത് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതിന് പാസ് ചെയ്യേണ്ട ജേണൽ എൻട്രീസ് ആണിത്. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഓരോ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഓരോ ഐറ്റംസും പ്രോഫിറ്റും പിന്നെ P&L ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് അതിൻ്റെയൊക്കെ ഇത്രയും എൻട്രീസ് പഠിക്കുക. ഇനി അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ ജസ്റ്റ് ഒരു മെമ്മോറാണ്ടം ട്രേഡിംഗ് ആൻഡ് P&L പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരൊറ്റ എൻട്രി പാസ് ചെയ്താൽ മതി. പിന്നെ അസറ്റിനും ലയബിലിറ്റിനും ഈ 2 മെത്തേഡിലും ഈ സെയിം എൻട്രീസ് തന്നെയാണ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള എൻട്രീസ് ആയിട്ട് പഠിക്കേണ്ടത്. Okay, now let us see the problem. Example 7. The Lucknow branch of Kolkata Chemicals Limited, Kolkata, sends the following trial balance to Kolkata on 31st December 2019. Prepare trading and profit and loss account, head office account and balance sheet in the books of branch. അപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബ്രാഞ്ചിൻ്റെ ബുക്കിൽ ട്രേഡിംഗ് ആൻഡ് P&L ഉണ്ടാക്കാനുണ്ട്, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഉണ്ടാക്കണം ആൻഡ് ബാലൻസ് ഷീറ്റ് ഓൾസോ. ഇതുപോലെ അടുത്ത റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ആഫ്റ്റർ ഇൻകോർപ്പറേറ്റിംഗ് ട്രയൽ ബാലൻസ്. ഓക്കെ, അപ്പം ഇവിടുത്തെ റിക്വയർമെൻറ്റ് ദ ലക്നൗ ബ്രാഞ്ച് ഓഫ് കൊൽക്കത്ത കെമിക്കൽസ് ലിമിറ്റഡ് കൊൽക്കത്ത സെൻസ് ദി ഫോളോവിങ് ട്രയൽ ബാലൻസ് ടു കൊൽക്കത്ത ഓൺ 31st December. ഓക്കെ, അപ്പം കൊൽക്കത്ത കെമിക്കൽസ് ലിമിറ്റഡ് ആണ് ഹെഡ് ഓഫീസ്. അതിൻ്റെ ലക്നൗ ബ്രാഞ്ച് അവരുടെ ഇൻഫോർമേഷൻസ് സെൻസ് ദി ഫോളോവിങ് ട്രയൽ ബാലൻസ് ടു കൊൽക്കത്ത. എന്നിട്ട് പറയുകയാണ് ദേ ഹാവ് ടു പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇൻ ദി ബുക്സ് ഓഫ് ബ്രാഞ്ച്. ലക്നൗവിൻ്റെ ബുക്കിൽ ഇത്രയും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതുകൂടാതെ ഹെഡ് ഓഫീസിൽ അതായത് കൊൽക്കത്തയുടെ ബുക്കിൽ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഫർമേഷൻസ് തന്നിട്ടുള്ളത് ഇതാണ്. The closing stock at branch on 31st December was 9,000. Past necessary incorporating entries in head office books. അപ്പോൾ അതും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ലക്നൗ ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ട്രയൽ ബാലൻസിൽ യൂഷ്വലി തരാൻ സാധ്യതയുള്ള എല്ലാ ഐറ്റംസും ഇതിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ നമ്മളോട് ആദ്യം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇൻ ദി ബുക്സ് ഓഫ് ബ്രാഞ്ച്. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം. അപ്പോൾ ഇൻ ദി ബുക്സ് ഓഫ് ലക്നൗ ബ്രാഞ്ച്
branch trading and profit and loss account for the year ended 31st December 2019. അപ്പോൾ ആദ്യം നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നമ്മളോട് ഹെഡ് ഓഫീസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മൂന്നും നമ്മൾ വരച്ചിടുക. എന്നിട്ട് നമ്മൾ ഈ ട്രയൽ ബാലൻസിലെ ഓരോ ഐറ്റം ബൈ ഐറ്റം എടുത്ത് ഇതിൽ എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ഐറ്റം സ്റ്റോക്കാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് വി വിൽ പോസ്റ്റ് ഇറ്റ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട് ആസ് ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000. പിന്നെ ഫർണിച്ചർ വിൽ ഗോ ടു ബാലൻസ് ഷീറ്റ് 1,500. ദെൻ ഗുഡ്സ് ഫ്രം കൊൽക്കത്ത, അതായത് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് ആണ്. അപ്പോൾ നമ്മുടെ ലക്നൗ ബ്രാഞ്ചിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇവിടെ എന്തോ റിട്ടേൺസ് ഉണ്ട്, കണ്ടോ, റിട്ടേൺസ് ടു കൊൽക്കത്ത എന്ന് പറഞ്ഞിട്ടൊരു 400 തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഗുഡ്സിൽ നിന്ന് നമ്മൾ ആ റിട്ടേൺ മൈനസ് ചെയ്യുന്നത്. കാരണം കൊൽക്കത്തയിൽ നിന്ന് റിസീവ് ചെയ്തതിൽ അങ്ങോട്ടേക്കാണ് റിട്ടേൺ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുഡ്സ് ഫ്രം കൊൽക്കത്തയിൽ നിന്ന് ആ റിട്ടേൺ ലെസ് ചെയ്തിട്ട് എഴുതാം. നെക്സ്റ്റ് പർച്ചേസസ്, ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. പിന്നെ റിട്ടേൺ ഇൻവേർഡ് സെയിലിൽ നിന്നാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. സോ സെയിൽ വരുമ്പോൾ നമ്മൾ സെയിൽ ഇവിടെ എഴുതണം, സെയിൽ നമ്മൾ എത്തിയിട്ടില്ല. പിന്നെ വരുന്നത് സാലറീസ് P&L വരും. ദെൻ പിന്നെ നെക്സ്റ്റ് വരുന്നത് ജനറൽ എക്സ്പെൻസ്, റെൻറ്റ്, ബാഡ് ഡെപ്റ്റ്, ക്യാരേജ്, ഇതെല്ലാം വരുന്നത് P&L ആണ്. ജനറൽ എക്സ്പെൻസ്, റെൻറ്റ്, ക്യാരേജ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും, ക്യാരേജ് ഇൻവേർഡ് ഓർ ക്യാരേജ്. പിന്നെ ഡെപ്റ്റേഴ്സ് വരുന്നത് ബാലൻസ് ഷീറ്റിൽ വരും. പിന്നെ ബാങ്ക് ബാലൻസ് 4,000, അതും ബാലൻസ് ഷീറ്റിൽ വരും. പിന്നെയുള്ളത് അലവൻസസ് ടു കസ്റ്റമേഴ്സ് 200. അലവൻസസ് ടു കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെറ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്ന അലവൻസസ് ആണ്. ഇത് ആക്ച്വലി നമുക്കൊരു എക്സ്പെൻസ് ആണ്. സോ ഇറ്റ് വിൽ കം അണ്ടർ P&L അക്കൗണ്ട്. പിന്നെയുള്ളത് ബിൽസ് റിസീവബിൾ ആണ്. അത് നമ്മൾക്ക് ബിൽസ് റിസീവബിൾ ഇസ് ആൻ അസറ്റ്, ഇറ്റ് വിൽ കം അണ്ടർ ബാലൻസ് ഷീറ്റ് 4,000. പിന്നെയുള്ളത് സെയിൽസ് നമ്മുടെ ട്രേഡിങ്ങിൽ കൊടുക്കുക. ദെൻ റിട്ടേൺസ് ടു കൊൽക്കത്ത നമ്മൾ ഓൾറെഡി എഴുതി. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് ഇൻ ബാലൻസ് ഷീറ്റ് ആൻഡ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ബാലൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റിലേക്ക് ഇപ്പം നേരെയോ എഴുതാൻ പാടില്ല, നമുക്ക് ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ ജസ്റ്റ് പോസ്റ്റ് ഇൻ ദ ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ ഹെഡ് ഓഫീസിന്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ തന്നിരിക്കുന്ന എമൗണ്ട് ഇവിടെയും കൊടുക്കുക. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇനി വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ട്രേഡിംഗ് P&L ബാലൻസ് ചെയ്യാം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എല്ലാം എഴുതി ബാലൻസ് ചെയ്ത് നമുക്ക് ഇത്രയും GP കിട്ടി, 25,250 കിട്ടി. അത് നമ്മൾ ബൈ ക്രോസ് പ്രോഫിറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. വീണ്ടും ഇതും ബാലൻസ് ചെയ്യുക, വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 17,350 കിട്ടി. ഈ കിട്ടിയ എമൗണ്ട് ആക്ച്വലി നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആണ്, ബട്ട് നമ്മളത് വിൽ ട്രാൻസ്ഫർ ടു ഹെഡ് ഓഫീസ്. അപ്പോൾ അതുകൊണ്ട് ദിസ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് വരിക. അവിടെ നമ്മൾ ഓൾറെഡി ഒരു ബാലൻസ് എഴുതി. അതുകൂടാതെ ഇവിടുന്ന് കിട്ടുന്ന ട്രാൻസ്ഫർ നമ്മൾ ഇങ്ങോട്ടേക്ക് ക്രെഡിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അത് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ നെറ്റ് പ്രോഫിറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റുക. എന്നിട്ട് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 22,500 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ 22,500 എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കൊരു ക്യാപിറ്റൽ പോലെയാണ്. അപ്പോൾ നമ്മളത് ബാലൻസ് ഷീറ്റിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കിട്ടിയ ബാലൻസ് ഇവിടെ എഴുതാം. പിന്നെ ബാക്കി എല്ലാ ഐറ്റംസും എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ്. അതായത് വി ഹാവ് ടു പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇൻ ദി ബുക്സ് ഓഫ് ബ്രാഞ്ച്. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഓക്കെ, ഇനി പിന്നെ അവർ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ആഫ്റ്റർ ഇൻകോർപ്പറേറ്റിംഗ് ദ ട്രയൽ ബാലൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രേഡിംഗ് P&L ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് അണ്ടർ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ്. നമ്മളിനി ചെയ്യേണ്ടത് ഓക്കെ, ട്രയൽ ബാലൻസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവർ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് P&L പിന്നെ ബ്രാഞ്ച് അക്കൗണ്ടും ഒക്കെ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇൻകോർപ്പറേറ്റിംഗ് ജേണൽ എൻട്രീസ് എഴുതാം.
അപ്പോൾ ഇൻകോർപ്പറേറ്റിംഗ് ജേണൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചതാണ്. അതായത് 2 മെത്തേഡുണ്ട്. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും ഉണ്ട്, അബ്രിഡ്ജ്ഡ് മെത്തേഡും ഉണ്ട്. അപ്പം 2 മെത്തേഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് അണ്ടർ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ്. ഇപ്പോൾ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ ഏതൊക്കെയാണ് ജേണൽ എൻട്രീസ് വരിക? നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത എൻട്രീസ് ആണ്. ക്രെഡിറ്റ് സൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ളതാണെങ്കിൽ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അറ്റ് ആർ ടു ബ്രാഞ്ച്, അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അറ്റ് ആർ ടു ലക്നൗ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും ആഡ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഗുഡ്സ് റിസീവ് ലെസ് റിട്ടേൺ, ക്യാരേജ്, ഇത് ഇത്രയും ആഡ് ചെയ്തിട്ട് കിട്ടുന്നത് നമ്മളിവിടെ ഒരുമിച്ച് എഴുതാം. അടുത്ത എൻട്രി അതേപോലെ തന്നെ നേരെ തിരിച്ച് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാനുള്ള ജേണൽ എൻട്രി ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ആർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എഴുതുക. അതേപോലെ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അറ്റ് ആർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി വീണ്ടും P&L അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ആർ ടു ലക്നൗ ബ്രാഞ്ച്, P&Lൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ്. അതേപോലെ ബ്രാഞ്ച് P&L അക്കൗണ്ട് അറ്റ് ആർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, P&Lൻ്റെ ക്രെഡിറ്റ് സൈഡിലൊന്നുമില്ലേ? ഓക്കെ, P&Lൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രത്യേകിച്ചൊന്നും ഐറ്റംസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ആർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അവിടെ കിട്ടിയ പ്രോഫിറ്റ് ജനറൽ P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ആൻഡ് P&Lൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി അടുത്തത് വരുന്നത് അസറ്റും ലയബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. സോ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് അറ്റ് ആർ ടു ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട്, നമ്മുടെ അസറ്റുകളുടെ ടോട്ടൽ. അതേപോലെ ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് അറ്റ് ആർ ടു ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ആർ ടു ബ്രാഞ്ച് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അബ്രിഡ്ജ്ഡ് മെത്തേഡ് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് പ്രകാരമുള്ള ഇൻകോർപ്പറേറ്റിംഗ് ജേണൽ എൻട്രീസ്. ഇനി അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിലാണ് ഈ ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത് എങ്കിൽ what we have to do is we have to prepare a memorandum Lucknow branch trading and profit and loss account. നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ലേ, അത് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ജേണൽ ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്താണ് ഈ നെറ്റ് പ്രോഫിറ്റ് മാത്രം ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി, ഒറ്റ എൻട്രി മാത്രം എഴുതിയാൽ മതി. അതായത് ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ആർ ടു ജനറൽ P&L 17,350. പിന്നെ അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും സെയിം നമ്മളിവിടെ എഴുതിയ അതേ എൻട്രി തന്നെ. ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് അറ്റ് ആർ ടു ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ആർ ടു ലക്നൗ ബ്രാഞ്ച് ലയബിലിറ്റീസ്. അപ്പോൾ ഇത്രയാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അസറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് പ്രോഫിറ്റ്. ഇപ്പോൾ ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസിൽ പ്രോഫിറ്റിൻ്റെ കാര്യം, അതായത് നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റും ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ 2 മെത്തേഡുണ്ട്. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും ഉണ്ട്, അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും ഉണ്ട്. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിലാണെങ്കിൽ 6 എൻട്രീസ് ഉണ്ട്. അബ്രിഡ്ജ്ഡിലാണെങ്കിൽ അതിന് പകരം നമ്മളൊരു മെമ്മോറാണ്ടം ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരൊറ്റ എൻട്രി മാത്രം പാസ് ചെയ്യും. പിന്നെ അസറ്റിൻ്റെ ലയബിലിറ്റിൻ്റെയും ഈ 2 എൻട്രീസ്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, so this is about the incorporation of branch trial balance. Okay, thank you.